ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷനിൽ നിന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. പെറ്റ് സ്റ്റേഷനിൽ എല്ലാവരും ഭയങ്കര അതിയായ സന്തോഷത്തിലാണ്. എന്താണെന്ന് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? നമ്മുടെ ആൽബിനോ കൊയ്പ്പു പ്രസവിച്ചിട്ടുണ്ട്. 6 കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ സ്റ്റാഫിനെല്ലാം ലഡു വിതരണം. ഓക്കെ, അതേപോലെ നമ്മുടെ കൊയ്പ്പൂന് പിന്നെ സ്ഥിരം നല്ല ഭക്ഷണം തന്നെ കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് ഒന്നും കൂടി കൊടുക്കാം. അതേപോലെ നമ്മളെ കൊയ്പ്പൂനെ ടേക്ക് കെയർ ചെയ്യുന്ന നമ്മുടെ ചമ്മാട്ടി ചേച്ചിയാണ്. വാ, അപ്പോൾ ചമ്മാട്ടി ചേച്ചിക്ക് ആദ്യം ലഡു കൊടുക്കാം. അപ്പോൾ കൺഗ്രാജുലേഷൻ, നിങ്ങളെ മക്കൾ പ്രസവിച്ചിട്ടുണ്ട്. ഒന്നെടുക്ക്, എന്നിട്ട് നിങ്ങളെ തന്നെ ഏൽപ്പിച്ച് എല്ലാവർക്കും ഈ സന്തോഷം കൊടുക്കാൻ. അപ്പോൾ 2 ലഡു ഞാൻ എടുക്കുന്നുണ്ട്, ബാക്കി നിങ്ങൾ എല്ലാവർക്കും കൊടുത്തോ. 3 എടുക്കാം. ഓക്കെ, ഇതെന്തിനാണെന്നറിയോ? ഇവിടെ മധുരം അങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ല ജീവികൾക്ക്. പക്ഷേ കുതിരയ്ക്ക് നമുക്ക് ചെറിയ പീസ് കൊടുക്കാം, ഒട്ടകത്തേക്ക് ചെറിയ പീസ് കൊടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 ലഡു 2 പീസാക്കിയിട്ട് നമുക്ക് 2 കുതിരക്കും കൊടുക്കാം, 3 കുതിരക്കും കൊടുക്കാം. ഓക്കെ, അപ്പോൾ പിന്നെന്താ ചെയ്യണ്ടേ? അപ്പോൾ നമുക്ക് ബേബീസിനെ കാണണ്ടേ? അതാ നമ്മളെ ചമ്മാട്ടി എല്ലാവർക്കും കൊണ്ടു കൊടുക്കുന്നുണ്ട്. സഫാനെ ഞാൻ തന്നെ കൊടുക്കുക. സഫാനെ എടുക്കണ്ടേ? ആ സഫാനെ ഫസ്റ്റ് കണ്ടേട്ടോ. അപ്പം വന്നപാട് എന്താ കാണുന്നതാണല്ലേ? ആദ്യം വന്നപാട് സൂപ്പർ കണ്ട് ഹാപ്പിയായി. നീ എത്ര കുട്ടിനെ കണ്ട്? 2 കണ്ട്. സഫാനെ ഫസ്റ്റ് കണ്ട്. സഫാനെ മുന്നെന്നാ പ്രസവിച്ചതെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ കൂടുതൽ ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. സംഭവം നമുക്ക് കാണിച്ചു തരാം. അതുപോലെ എല്ലാവരും ഇതാ ഭയങ്കര ആഘോഷത്തിലാണ് എല്ലാവരും കേട്ടോ, ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് നമ്മളെ മൃഗങ്ങൾക്കും കൂടി 2 കൊടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാം. നമുക്ക് കൊയ്പ്പൂനെ കാണാൻ വേണ്ടി പോവാം. ഉപ്പ എല്ലാ ദിവസവും ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇവിടെ വരുന്നയാളിന് എന്നെക്കാളും കൂടുതൽ കാണൽ ഉപ്പാന്. അപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ മധുരം ഞാനും കഴിക്കാം അല്ലേ മോണി? ഓ ഹാപ്പി തന്നെ. ടോർക്ക് ബോയ്, ടോർക്ക് അല്ല, ടോർക്കാണെന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ വരൂല. ടോർക്ക് കൊണ്ടു കൊടുക്കാം. വേടാ എന്നാ വാ. ഓ ഹാപ്പി. പിന്നൊരു ആളെയും കൂടി കാണിച്ചു തരാനുണ്ട് കേട്ടോ. നമ്മുടെ ഏഞ്ചലിന് ചെറിയൊരു സർജറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഹോസ്പിറ്റലായിട്ടുള്ളത്. ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചെറിയ ഇതുകൊണ്ട് വെയിൻ പൊട്ടിപ്പോയി. അപ്പോൾ കുറച്ച് ദിവസം നമ്മളെ ടിറ്റു ഡോക്ടറെ അടുത്ത് എറണാകുളത്ത് കൊണ്ടുപോയത്. എന്നാൽ ഈ ടിറ്റു ഡോക്ടർ നമ്മുടെ എക്സോട്ടിക് ആനിമൽസിൻ്റെ സ്പെഷ്യലിസ്റ്റാണ് കേട്ടോ. നമ്മൾ ആരെങ്കിലും എക്സോട്ടിക് ആനിമൽസിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എറണാകുളത്ത് കൊണ്ടുപോയാൽ മതി. ഞാൻ എൻ്റെ നമ്പറും കാര്യങ്ങളും ടിറ്റു ഡോക്ടറുടെ നമ്പറും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇവിടുന്ന് കുറച്ച് ചികിത്സ നടത്തി, പക്ഷേ ക്ലിയർ ആകാത്തതുകൊണ്ട് ടിറ്റുവിൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയതാണ്. ഇപ്പോൾ ആൾ ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ആദ്യം അവരെ കാണിച്ചതിന് ശേഷം നമുക്ക് കൊയ്പ്പൂനെ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ 2 കുതിരക്കല്ലേ കൊടുത്തിട്ടു, ബാക്കിയുള്ള 2 കൂടി കൊടുക്കുക. അതാണ് നമ്മൾ അനസ് ക്ലാസ്സെല്ലാം തുറക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഇതെല്ലാം ക്ലീൻ ആക്കും കേട്ടോ. ഓരോരോ ആൾക്കും ഓരോ സ്ഥലത്താണ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ. അതേപോലെ നമ്മൾ അപ്പോൾ ഇമ്മയിൽ സൈസായി കേട്ടോ, നല്ല സൈസ് കയറി. ഇത് ഏറ്റവും ചെറുത് നമ്മളെ കൂട്ടത്തിൽ. എന്നിട്ട് ചെറുതിന് ഓർമ്മയുണ്ട് എല്ലാവർക്കും? ആ ചെറുതാണിത്. ഇതിൽ അത്യാവശ്യം നല്ല വലുതായി. ഇതണ്ട, നല്ല ഹെവിയായി എന്താ. നമ്മുടെ പ്രഗ്നൻ്റായ സൂറ ബാ നമ്മളെ ബാ കഴിച്ച് ഹാപ്പി. നമ്മുടെ പിലോപ്പി പാറ്റിയിട്ടുണ്ട് കേട്ടോ, കുട്ടികളെ പാറ്റിയിട്ടുണ്ട്. ഓക്കെ, പാറ്റാലെന്ന് പറയല് കുട്ടികളുണ്ടാകുന്നതിന്. ഇതാ നമ്മുടെ സീബ്ര പിലോപ്പിയുടെ പുതിയ കുട്ടികളാണ്. മുന്നേ നമ്മൾ ഇതിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കുട്ടികളൊക്കെ നമ്മൾ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ കുറേ ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സീബ്ര പിലോപ്പി ഇവിടെ വരുന്നത് നമ്മൾ പെറ്റ് സ്റ്റേഷൻ്റെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേണമെങ്കിൽ തരാം കേട്ടോ. ഇവിടെ ഉണ്ട്, കുറേ കുട്ടികളുണ്ട്. ഓക്കെ, ഇതുണ്ട്. ഇപ്പോൾ എത്ര കുട്ടികളുണ്ടെന്ന് നോക്കിയാൽ എനിക്കൊന്ന് 1000-ന് മേലുണ്ട്. ഓക്കെ, ഫുള്ള് കുട്ടികളാണ്. ഇവരെ ഈ ബ്രീഡിങ് ഇതെല്ലാം കാണാൻ വേണ്ടി നല്ല രസമാണ്. അത് മുന്നത്തെ വീഡിയോയിൽ കാണാത്തവരുണ്ടെങ്കിൽ നമ്മളെ മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. ഇതിൻ്റെ ബ്രീഡിങ്ങൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അറ്റാക്ക് ചെയ്ത് നോക്കി? പൊടാ. അതേപോലെ നമ്മളിപ്പോൾ മെയിലിനെയും ഫീമെയിലിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന കേട്ടോ. നമ്മൾ ഒരുമിച്ചിടുന്നില്ല. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എല്ലാവരും കൂടി ഭയങ്കര അറ്റാക്കാണ്. ഇവർ ബാക്കിയുള്ളതിനൊന്നും നിൽക്കാൻ വിടില്ല. പിന്നെ ഈ കുട്ടികൾക്കും ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അതുകൊണ്ട് ഈ ബ്രീഡിങ്ങിൻ്റെ ടൈം ആകുമ്പോൾ ഇവർ ഈ ബ്രീഡിങ്ങിന് സെറ്റ് ചെയ്യുന്നൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ ബാക്കിയുള്ള മീനിനൊക്കെ മാറ്റി മെയിലിനും ഫീമെയിലിനും മാത്രമായിട്ട് വെക്കുക. അതേപോലെ ഇവർ എല്ലാ കുട്ടികളെയും പിന്നെ വായിൻ്റെ അകത്താന്ന് ഹൈഡ് ചെയ്ത് വെക്കട്ടാ. നല്ല രസമാണ് അത്. ഈ സമയത്ത് എടുത്തിട്ടില്ല എന്താ ഉണ്ടെങ്കിൽ ഇവർ കുറേ അറ്റാക്കിങ് ടെൻഡൻസി ഉണ്ടാ. ഓക്കെ. ഓ ശരിക്കും എല്ലാത്തിനും ഇങ്ങനെ അകത്തോട്ട് എടുത്ത് എന്നിട്ട് ഇങ്ങനെ നല്ല സേഫായിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വിടും. നല്ല രസമാണ് അത് കാണാൻ. നമുക്ക് ഭാഗ്യമില്ല അത് കാണാൻ. എന്താ ഇളക്കി മറിച്ച് ഡിസ്റ്റർബ് ആക്കണ്ട. അറിഞ്ഞോട്ടെ, ഡിസ്റ്റർബൊക്കെ ആക്കി എന്നിട്ട് അവരെ ഡിസ്റ്റർബ് ആക്കണ്ട. ഓക്കെ. അപ്പം നമുക്ക് പിന്നെ ഓറിയോനെ കാണാം. പക്ഷേ ഓറിയോനെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഓറിയോൻ്റെ പിന്നെ ലഡു നമുക്ക് ഒട്ടകത്തിന് കൊടുത്തു നോക്കാം. ഒട്ടകത്തിന് ആദ്യമായിട്ട് മനുഷ്യ ഒട്ടകത്തിനെല്ലാം ചെറിയ രീതിയിൽ മധുരം കൊടുക്കുക. അതേപോലെ ഒട്ടകത്തിന് ഈ കുതിരയ്ക്ക് ആടിനിൽ നമ്മൾ ദുബായിൽ നിന്ന് മിനറൽ ബ്ലോക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ ഇതുവരെ വെച്ചു കൊടുത്തില്ല. അത് വെച്ചു കൊടുക്കുക. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതിങ്ങനെ സഖ് ചെയ്ത് കളിക്കാൻ വേണ്ടി. അതേപോലെ അവർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിങ്ങനെ ഫുൾ ടൈം അതിനോട് കളിച്ചോളൂ. വേടാ കലി എന്നാ എന്നാ. അല്ലാ പോയി പോയി എന്നാ പോട്ടു കഴിച്ചോ. ഇഷ്ടപ്പെട്ടിനാ? കഴിച്ചിട്ടില്ലല്ല. കുട്ടി കഴിച്ചോളൂ. താഴെ വീണത് കുട്ടി എടുക്കോ? കഴിച്ച്. ഇല്ലേ? കഴിച്ച്. എന്നാ ഒരു പീസും കൂടി തരാം. അതിന് കളഞ്ഞേക്കല്ലേ. അത് കഴിച്ചു. ഓക്കെ. അപ്പോൾ നമ്മൾ മധുരം കൊടുക്കൽ കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ഏഞ്ചലിനെ കാണാം. അതേപോലെ ഇവിടെ നമ്മളൊരു കൂടുണ്ടേ, നമ്മുടെ സണ്ണിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പിന്നെ വലിയ കൂടുണ്ടാക്കിയിട്ടുണ്ട്. ഒരു മിനിറ്റ് സിമെൻറ്റ് അടിച്ചൊക്കെയല്ലേ. നല്ല കിടിലം കൂടുണ്ടാക്കിയിട്ടുണ്ട്. നമ്മളുടെ സൺലൈറ്റും കാര്യങ്ങളെല്ലാം കിട്ടുന്ന രീതിയിൽ കുറേ നല്ല പെർച്ചെല്ലാം വെച്ച് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഏകദേശം ഒരു 150 സൺകൂണൂർ ഒരുമിച്ച് നമ്മൾ മേലേക്ക് പറന്നിറങ്ങുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കാണുന്നില്ലേ? നമ്മുടെ പിന്നെ ഇതിൻ്റെ വള്ളിയെല്ലാം അതിൻ്റെ അടുത്തുകൂടെ പോകുന്നുണ്ട്. നേരെ മുട്ടിച്ച് വെച്ചിട്ടില്ല. മുട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ സണ്ണൊക്കെ കടിച്ച് പൊട്ടിക്കും. അതുകൊണ്ട് പിന്നെ അതിൻ്റെ അടുത്തുകൂടെ ഒരു പച്ചപ്പ് കിട്ടുകയും ചെയ്യും കൂട്ടിൽ. ആ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല ഉറക്കാന്നേ. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഇറങ്ങി ഓടി വരും. നോക്കണേ. ഇതാ ഏഞ്ചൽ വാ. ഏതാന്ന് നോക്കിയേ. സ്നേഹം കണ്ട ചെക്കൻ്റെ. വാ വാ വാ. ഇതാണ് ഞാൻ പറഞ്ഞ സർജറി കഴിഞ്ഞ ചെവി. സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ചെവി വീങ്ങിയിട്ട് വലിയ രീതിയിലായിട്ടുണ്ടായിരുന്നു. അപ്പം അത് പിന്നെ ഇതണ്ട ഇവിടെ ഇനി ചെറിയ ഇത് മാത്രമേ ഉള്ളൂ. ഉണങ്ങി ഏകദേശം ഫുള്ള് ഉണങ്ങി. കണ്ടാ പക്ഷെ ഒരു ചുക്കിപ്പോയി ചെറുതായിട്ട്. പിന്നെ ഈ നഖം തട്ടിയിട്ട് പിന്നെ അവിടെ വെയിൻ പൊട്ടിപ്പോയി. അതിനുവേണ്ടി കുറച്ച് കഷ്ടപ്പെട്ടിട്ടാ അല്ലേ. പോട്ടെ സാറില്ല. നമുക്ക് ട്രീറ്റ് കൊടുത്താലോ? പിന്നെ ഇഷ്ടമാണത്. നമ്മുടെ ഇപ്രാവശ്യം ഈ വെയിൽ കൊണ്ടുവന്ന പുതിയ ട്രീറ്റാണ്. നിന്ന അതുപോലെ പിന്നെ 1-2 ചെറിയ മേലും സ്ക്രാച്ച് വന്നിന്. എനിക്ക് കുഴപ്പമില്ല, ശരിയായിക്കോളും. ഇവന് ഈ സ്ഥലം മാറിയാലൊക്കെ ഭയങ്കര സ്ട്രെസ്സാണ് കേട്ടോ. പക്ഷെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കയറ്റാന്നേ. സാധാരണ പൂച്ചനെ പോലല്ല, ശരിക്കും നല്ല ഡോഗിൻ്റെ ബിഹേവിയറാണ് ഇതിന്. പോരേ? തൽക്കാലം ഞാൻ പ്ലേറ്റിലാക്കി തരാം. നമ്മൾ കാണുന്നതൊക്കെ ബോറടിക്കും. മതി കേട്ടാ. ഓക്കെ, ഗുഡ് ബോയ്. വാ പോയിക്കോ. എല്ലാവരും മീനെല്ലാം നോക്കുന്നുണ്ട്. അതാ എല്ലാവരും അവിടെ വന്നിട്ടുണ്ടോ? വാ മതി കൂട്ടിലാക്കാം അല്ലേ. അടുന്നോ. നമ്മളിതാ കൊയ്പ്പൂനെ കാണാൻ വേണ്ടി കൊയ്പ്പൂന് കുറേ ട്രീറ്റെല്ലാം എടുത്തിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ. വാ മേൽ കയറിയ, വാ കയറിയ ഇങ്ങോട്ട് കയറിയ, വാ ഇതാ കയറി, വാ കയറി. ഇതുണ്ട് എന്തെല്ലാം വെച്ചുകൊടുത്ത് നോക്കിയേ. ഇതാ നമ്മൾ
പഴം കൊടുത്തിട്ടുണ്ട്, പംകിനുണ്ട്, അതുപോലെ പഴമുണ്ട്. കണ്ടാ പഴം ഇഷ്ടമില്ലാത്ത സാധനമെല്ലാം അടിച്ച് തെറിപ്പിക്കുന്നത്. അങ്ങനെ പഴം ഭയങ്കര ഇഷ്ടമാണ്. പഴം എന്താ കഴിക്കുന്ന പഴം തന്നെയല്ലേ? പഴം ഏറ്റവും ഇഷ്ടം. അതുപോലെ കസ്സുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. നീ എല്ലാം എടുത്ത് കളയല്ല, കുറച്ച് നേരം തിന്നണ്ടേന്ന്. ഓക്കെ, ഇപ്പം നമ്മൾ നമ്മൾ പ്രസവിച്ച ഉടനെ മെയിലിനെ പിടിച്ചിട്ട് കൂട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എന്താ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലിനെ ഓടിച്ച് വെള്ളത്തിലിറക്കിയാട്ടോ. മെയിൽ പേടിച്ചിട്ട് വെള്ളത്തിൽ വെക്കുകയാണ്. നമുക്ക് ഓനൊരു എന്നാടാ ആയിവാ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ട് എടുക്കും കേട്ടോ. ഇപ്പോൾ ഇവൻ കടിച്ച് ഓടിച്ചതല്ല. അവൻ ആദ്യം നമ്മൾ മെയിലിനെ എന്നിട്ട് കുട്ടികളെ ചിലപ്പോൾ ഇവർ കഴിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മെയിലിനെ സെപ്പറേറ്റ് ചെയ്തതാണ്. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ ആ ടെൻഡൻസി ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ മെയിലിനെ തുറന്നു വിട്ടതാണ്. പക്ഷേ ഫീമെയിൽ അപ്പോഴത്തേക്ക് ഭയങ്കര അഗ്രസീവായി. അതുപോലെ നമ്മൾ കുട്ടികളൊക്കെ വേണ്ടേ. ഇതാണ് കുട്ടികൾ. ഇതിനകത്ത് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ തന്നെയാണ് പ്രസവിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ലൈറ്റ് ഓൺ ആക്കാം. നമ്മളിത് പിന്നെ ഹൈഡിങ് സ്പേസ് ആയിട്ട് വെച്ചാണ്. പക്ഷെ നമുക്ക് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഓൺ ചെയ്യാം. ജസ്റ്റ് ഇതിലേ ഒന്ന് കാണിച്ച ഇതാ. ഇതിന് നമുക്ക് കുട്ടികളെ എടുക്കാനോ ഇതാക്കാനുണ്ടെങ്കിൽ നമ്മളൊരു ബോക്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് തന്നെ ഇതിലോട്ട് കാണും. കണ്ടാ മക്കളൊക്കെ കണ്ടാ. ഇത് നമ്മൾ ഗിനിപ്പിക്കുന്നതിലും പോലെ തന്നെയാണ്. പ്രസവിക്കുന്ന സമയത്ത് തന്നെ ഇതിന് രോമവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതേപോലെ ചെറിയ ഒരു 2 മണിക്കൂർ കഴിയുമ്പോഴേക്ക് തന്നെ ഇവർ സാധാരണ ഫുഡും കാര്യങ്ങളെല്ലാം കഴിക്കാൻ തുടങ്ങും, ഇലകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവർക്ക് ഇലകളും കാര്യങ്ങളെല്ലാം ആരാ കൊണ്ടു കൊടുക്കുന്നത്? നമ്മൾ ഇട്ട് കൊടുത്തതല്ല കേട്ടോ. അതിൻ്റെ അകത്ത് കാണുന്നത് മൊത്തം ഇതാ ഈ പാരൻറ്റ് ഫീമെയിൽ എല്ലാം എടുത്തിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതേപോലെ ഇവർ ഏകദേശം ഒരു 10 ആഴ്ച വരെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യും. പക്ഷെ അതിന് പുറമെ ഇവർ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു തുടങ്ങും. അപ്പോൾ നമുക്ക് 1-2 ബേബീസിനെ കയ്യിലെടുത്ത് നോക്കാം. ടോട്ടൽ 6 കുട്ടികളാണ് ഉള്ളത്. നമ്മൾ മെയിലടെ അത്തോട്ട് വരിക. അതിൻ്റെ അകത്ത് പോയി അല്ലേ? ഞാൻ പേടിച്ചു പോയി. ഞാൻ വിചാരിച്ച് ഇവർ ഈ ഫീമെയിൽ ഭക്ഷണം കഴിക്കുന്ന തക്കത്തിന് അവൻ വന്നിട്ട് കുട്ടികളെടുത്തെങ്കിലോ പണിയാവൂലേ? അപ്പോൾ നമ്മൾ 2 കുട്ടികളെ മാത്രം പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കാലെല്ലാം കണ്ട നമ്മളെ താറാവിനെ പോലെ കണ്ട. ഇത് വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവിയാണ്. നമ്മളിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്താ ക്യൂട്ട് ബേബീസ് അല്ലേ. നമ്മൾ ഈ ചെറിയ പ്രസവിച്ച ഉടനെ ഇങ്ങനെ രോമം വരുന്ന കുട്ടികളെ കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഓക്കെ, എന്താ ഭംഗിയല്ലേ. പൊക്കിൾക്കൊടിയൊക്കെ ഉണ്ട് അത്ര കേട്ടോ. പൊക്കിൾക്കൊടി ഇതുണ്ടാ, പൊക്കിൾക്കൊടി ഉണ്ടാ. ഇതിൽ പോവും. അമ്മ ഭയങ്കര നല്ല രീതിയിൽ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 6 കുട്ടികളെയും പുറത്തേക്ക് എടുക്കുന്നില്ല. അപ്പോൾ നമ്മളെല്ലാവരും കണ്ടില്ലേ, ഇവരിനി സ്ട്രെസ്സും കാര്യങ്ങളിലും ആക്കണ്ട. പുതിയ വന്നപാടല്ലേ. അപ്പോൾ ഒരു പേടി കൊടുക്കണ്ട, നമുക്ക് കൂട്ടി തന്നെ ആക്കാം. ഓക്കെ, അവർ നല്ല രീതിയിൽ ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വീഡിയോയിലും ഇതിൽ വലുതാകുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കാം. കണ്ടതുപോലെ മക്കൾ കണ്ടാ, നമ്മൾ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളെ കണ്ടാ. ഇതെന്താ എലിയ? അയ്യോ ഓക്കെ. അപ്പോൾ നമ്മൾ 2 കൂട്ടിൽ വെച്ചിട്ടാ അത്യാവശ്യം ചാടി കളിക്കുന്നുണ്ട്. കുഴപ്പമില്ല. ഇവരെ നമുക്ക് കയ്യിലെടുത്തിട്ട് തന്നെ വളർത്തിയാൽ വലുതാകുമ്പോൾ നമുക്ക് പെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇവരിൽ ഇപ്പോൾ അത്യാവശ്യം അഗ്രഷൻ കാണിക്കുന്നുണ്ടല്ലോ. ഇതേപോലെയല്ല, ശരിക്കും നമ്മൾ ചെറുപ്പത്തിൽ തന്നെ എടുത്ത് വളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിലെല്ലാം സ്മൂത്തായിട്ട് എടുക്കാം. ഇവരിപ്പോൾ കയ്യിലെല്ലാം എടുക്കുമ്പോൾ ഇവർക്ക് ചെറിയൊരു അസ്വസ്ഥത. നമ്മൾ പണ്ടേ എടുക്കാണ്ട് പഠിപ്പിച്ചുകൊണ്ട് ആദ്യം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടോ? ഇത് നമ്മൾ വന്ന സമയത്ത് നമുക്ക് തൊടാൻ പോലും പറ്റില്ല. ഇപ്പോൾ നമുക്ക് തൊടാനും ആക്കാനെല്ലാം പറ്റും, പ്രശ്നമൊന്നുമില്ല. ഈ പ്രസവിച്ചതിൻ്റെ ചെറിയൊരു ക്ഷീണി ഇവൾക്ക് ഉണ്ട് കേട്ടോ. അതേപോലെ ആ മെയിലിനെ നിൽക്കാൻ വിടാനിട്ട് അവനെന്താക്കിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫിൽറ്ററിൻ്റെ അകത്ത് പോയിട്ട് ഒളിച്ച്. കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ അഥവാ തീരെ ഭക്ഷണമൊക്കെ കഴിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതിനെ വേറൊരു കൂട്ടിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാത്തിനും ഒരുമിച്ച് കുട്ടികളൊക്കെ കാണിച്ചാൽ വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടോ? ഒന്ന് കാണിച്ചു കറക്റ്റ് കാണിച്ചാൽ. ലൈറ്റ് ഓൺ ആക്കാം 1 മിനിറ്റ് ലൈറ്റ് ഓൺ ചെയ്യുക. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ലൈറ്റ് ഓൺ ചെയ്യുന്നുണ്ടേ. അതാ കാണുന്നില്ലേ, 6 കുട്ടികളെയും കണ്ടാ. ഉള്ളിൽ പോയാ, അകത്തോട്ട് പോയാ. അവർ ലൈറ്റ് കാണുമ്പോൾ ഇത് ഹൈഡ് ചെയ്യും കേട്ടോ. ചെറിയ മക്കളല്ലേ, അതുകൊണ്ട് നമുക്ക്
ജസ്റ്റ് അതിന് മേലെ തുറന്നിട്ടൊന്ന് കാണിച്ചേ. ആ, കാണുന്നുണ്ടാ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബേബീസ്. അടിപൊളിയല്ലേ? അവർക്ക് അത് നമ്മൾ ഉണ്ടാക്കിക്കൊടുത്ത സ്പേസ് അല്ല, നമ്മൾ ജസ്റ്റ് അതിൻ്റെ അകത്ത് ബെഡ് മറ്റേ പുല്ലും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ, വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം അവർ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ കൈ കടത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് മക്കൾ ഈ ആൾക്കാരെല്ലാം കാണുന്നുണ്ടോ? എന്താ സംഭവം എന്ന് പറഞ്ഞാൽ പിന്നെ എരഞ്ഞോളി പഞ്ചായത്തിലെ മെമ്പർമാർ കൂടിയിട്ട് VRC എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് നമ്മുടെ പിന്നെ കുറച്ച് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെയും കൂട്ടിയിട്ട് പെറ്റ് സ്റ്റേഷൻ കാണാൻ വേണ്ടി വന്നതാണ്. ഒരു ഫോട്ടോ എടുത്തേക്കല്ലേ? അപ്പോൾ നമുക്കും ഇങ്ങനെ എല്ലാവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്താനൊരു അവസരം കിട്ടി. ഓക്കെ, അപ്പോൾ കണ്ടിട്ട് അഭിപ്രായം കാര്യങ്ങളിലും പറയും കേട്ടോ. നമ്മുടെ സ്റ്റാഫ് നിങ്ങളുടെ കൂടെ കാണിക്കാൻ വേണ്ടി വരും കേട്ടോ. എല്ലാവർക്കും എല്ലാം കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ ഒരുമിച്ച് തന്നെ പോകണേ. ഇങ്ങനെ കൂട്ടം തെറ്റിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് പോകുകയാണെങ്കിൽ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, എടുത്താ ഫോട്ടോ എടുത്താ? ഓക്കെ ഓക്കെ. ഇത് പിന്നെ സ്പെഷ്യൽ സ്കൂള് അതുപോലെ പിന്നെ ഇവർക്കെല്ലാം നമ്മൾ ഫ്രീ എൻട്രി ആണ് കേട്ടോ. നമ്മൾ ആരെങ്കിലും അതുപോലെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മളത് അനുവദിക്കും കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അത് ബാക്കിയുള്ള ഞായറാഴ്ചയൊക്കെ പറ്റാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ കുറച്ച് കെയർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമാണ്. അപ്പോൾ ഭയങ്കര തിരക്കുള്ള സമയത്താകുമ്പോൾ അവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും സെൻറ്ററും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വന്നോ, അല്ലെങ്കിൽ ഒരു മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വന്നോ. ഞാൻ ബുക്ക് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കാം. പെറ്റ് സ്റ്റേഷൻ്റെ പിന്നെ എന്തെങ്കിലും ഇതുപോലെ പിന്നെ ബുക്കിങ്ങിൻ്റെ ആവശ്യത്തിനുള്ള ഒരു നമ്പറുണ്ട്, അത് ഞാനിവിടെ വെക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് കൺഫേം ചെയ്തിട്ട് വന്നാൽ മതി കേട്ടോ. ഓക്കെ, എന്താ ഇതൊരു രണ്ടാമത് മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് തുടങ്ങി കേട്ടോ. അവരുടെ പിന്നെ പ്രസവകാലം എന്ന് പറയുന്നത് 130 ദിവസമാണ് കേട്ടോ. അപ്പോൾ ഒരു 4.5 മാസം അങ്ങനെ പോകും. അപ്പോൾ ഏകദേശം ഒരു 5 മാസം കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കുട്ടികളൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൊയ്പ്പു മക്കളും. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച കാണാം. ഓക്കെ, താങ്ക് യു.